ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 309 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ജനറൽ കാറ്റഗറിക്ക് 125 വേക്കൻസി, EWSന് 30 വേക്കൻസി, OBCക്ക് 72 വേക്കൻസി, SCക്ക് 55 വേക്കൻസി, STക്ക് 27 വേക്കൻസി, പിന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വേക്കൻസിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും വേക്കൻസിയാണ് ഓരോ കാറ്റഗറി ബേസിസിൽ വിളിച്ചിരിക്കുന്നത്. സോ ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആ ബാച്ചിലർ ഡിഗ്രി നിങ്ങൾ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം, ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് BTech ഉള്ളവർ, BA ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു സെമസ്റ്റർ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചാൽ മാത്രം മതി. ഇപ്പം നിങ്ങൾക്ക് അതും BA BTech ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. 10+2 ബേസിസിലുള്ള നോളജ് വേണം. അതായത് ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനുമുള്ള 10+2 ബേസിസിലുള്ള നോളജ് വേണം എന്നിവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ 10ലോ +2ലോ എന്തായാലും പഠിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. സോ +2നും 10നും നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നതാണ്. സോ അപ്പോൾ അത് ക്വാളിഫൈ ആണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് BA BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 27 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 24/5/2025 ബേസിസിലാണ് പറയപ്പെടുന്നത്. ഇനിയും SC കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ 25/4/2025 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഇനി അത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ 24/5/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക. CBT എക്സാം അവർ അനൗൺസ് ചെയ്യുന്നതാണ് പറയുന്നത്, അത് അവരുടെ വെബ്സൈറ്റിൽ. ഇനിയും ഇതിൻ്റെ പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ സാലറി എന്ന് പറയുന്നത് ഗ്രൂപ്പ് B ആണ്. സോ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് 40,000 ആണ്. അപ് ടു 1,40,000 വരെയാണ് സാലറി. നല്ലൊരു സാലറി കിട്ടുന്ന ഒരു AEയിലോട്ടുള്ള ഒരു ജോബാണ്. സോ അല്ലാതുള്ള അലവൻസ് എല്ലാവരും പറയുന്നുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ SC ST അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് 24/5/2025 മുന്നേ എടുത്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇനിയും സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു CBT എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, CBT എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. CBT എക്സാമിന് ഒരു നെഗറ്റീവ് മാർക്കും ഇല്ലാത്ത CBT എക്സാമാണ് പറയുന്നുണ്ട്. നെഗറ്റീവ് മാർക്ക് അവിടെ നിങ്ങൾക്ക് വരുന്നില്ല. CBT എക്സാം പാസ്സാവുന്ന ആളുകളെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റിനെ അവർ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷന് വിളിക്കും. അതിനുശേഷം വോയിസ് ടെസ്റ്റ്, ദെൻ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടെസ്റ്റ്, പിന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, പിന്നെ ഫിസിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻ, ദെൻ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ പ്രോസസ്സിലായിരിക്കും നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം, ഒറിജിനൽ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, +2 ഡിഗ്രി അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് ആ സമയത്ത് ഹാജരാക്കേണ്ടി വരും. പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോബ് കിട്ടാമെന്ന് പറയുന്നുണ്ട്. ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID വേണം. അപ്പോൾ അതിലേക്കായിരിക്കും ഇൻഫർമേഷൻസ് എല്ലാം വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടൊരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ വേണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ വേണം. സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വേണം. പിന്നെ സിഗ്നേച്ചറിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോക്കുക. ആണ് ഇവിടെ പറയുന്നുണ്ട്, വൈറ്റ് പേപ്പറിൽ വിത്ത് ബ്ലാക്ക് ഇങ്ക് പെന്ന് വെച്ച് വേണം സൈൻ ചെയ്ത് JPG ഫോർമാറ്റിലാക്കി വേണം അപ്ലോഡ് ചെയ്യാൻ. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുവാണെങ്കിൽ 1000 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. SC ST PWD കാൻഡിഡേറ്റ്, അപ്രന്റീസ് കാൻഡിഡേറ്റ് ഫീ ഇല്ല. പിന്നീട് ഇവിടെ പറയുന്നത് CBT എക്സാം നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് CBT എക്സാം സെൻറ്റർ അലോട്ട് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. മെയിനായിട്ടുള്ള സിറ്റിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ CBT എക്സാം സെൻറ്റർ അലോട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് CBT എക്സാം എന്ന് പറയുന്നത് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ആകും.
ഇവർ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ബൈ ലാംഗ്വേജിലായിരിക്കും. സോ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. 309 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത്. സോ നല്ല സാലറിയോടെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ജോബാണിത്. സോ അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 25/4/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 24/5/2025. സോ 25-ാം തീയതി ആകുമ്പോഴത്തേക്കും നിങ്ങളിത് അപ്ലൈ ചെയ്യുക. താങ്ക് യു.